ഹലോ എവരിവൺ, ജോജിസ് വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് അർത്തുങ്കപ്പള്ളിയിൽ വന്നേക്കാണ്. അപ്പം ഞങ്ങൾ പെരുന്നാളിന് വരാൻ പറ്റിയില്ല. എല്ലാ വർഷവും പെരുന്നാളിന് വരാറുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് ഒട്ടും തന്നെ ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് 15,000 സബ്സ്ക്രൈബറൊക്കെ ആയി. എന്നാലും വീഡിയോസ് അധികം ആൾക്കാർ കാണാറില്ല. ഷോർട്ട് വീഡിയോസ് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ ലോങ് വീഡിയോ എല്ലാവരും കാണണം. കാണുന്നവർ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയ തന്നെയാണ്. എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് അർത്തുങ്കൽ പള്ളിയിലേക്കാണ്. അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു കല്യാണം അവരുടെ. അപ്പോൾ കല്യാണത്തിന് അവർ ഇവിടെ അടുത്ത് തന്നെയാണ് ചെറുക്കൻ്റെ വീട്. അപ്പോൾ അവർ എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് കൊടയൊക്കെ ചൂടി ഇങ്ങനെ നടന്നാണ് വന്നത്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ. അത് നല്ലൊരു രസമായിരുന്നു കാണാനായിട്ട്. പള്ളിയിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. വൈകിട്ട് കുർബാനയ്ക്ക് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്കും നമുക്ക് തിരക്കുകൊണ്ട് ശരിക്കും ശ്വാസം മുട്ടുന്ന അത്രയും തിരക്കായിരുന്നു. ശരിക്കും ഇങ്ങനെ റോട്ടിലൊക്കെ ഞങ്ങൾ പെട്ടുപോയതുപോലെയാണ്. മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടാണ് ഞങ്ങൾക്ക് ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയത്. ശരിക്കും പറഞ്ഞാൽ അത്രയും ജനക്കൂട്ടം ഞാൻ വേറെ ഒരു പെരുന്നാളിനും ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അപ്പച്ചനമ്മച്ചായിട്ട് വന്നത്. ഞാൻ കഴിഞ്ഞ വർഷം അർത്തുങ്കപ്പള്ളി പെരുന്നാളിൻ്റെ വീഡിയോയിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ വലിയൊരു ലെങ്തി വീഡിയോ ആണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം സാധാരണ ഒരു ചെറിയൊരു ഫാമിലി വ്ളോഗ് എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഒരു ടെൻഷനാണ്. എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നല്ല വീഡിയോ ഇടണം, നല്ല കണ്ടൻറ്റുള്ള വീഡിയോ ഇടണം. അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുക, ശ്രദ്ധിച്ചിടണം. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇടണം എന്നൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു. പേരിട്ട് രാജുകുട്ടൻ. കഴിഞ്ഞ വർഷം പോയപ്പോഴത്തേക്ക് അർത്തുങ്കലിൽ ഇങ്ങനത്തെ ഒരു ഐ ലവ് അർത്തുങ്കൽ എന്നുള്ള ഇങ്ങനത്തെ ഒരു ബോർഡ് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഉണ്ടായിരുന്നോ? നടക്കാനൊരു രക്ഷയില്ല, താന്നു പോവാണ് നടന്നിട്ട്. ഞങ്ങളപ്പോഴാണ് പട്ടം കണ്ടത്. പട്ടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ചെറുപ്പത്തിൽ കൊച്ചിയിൽ ഇങ്ങനെ പട്ടം പറത്തിയതിൻ്റെ ഒരു ഓർമ്മ വന്നു. അപ്പോൾ എന്നാൽ ഒരു പട്ടം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 പട്ടം വാങ്ങി കേട്ടോ. പക്ഷേ അത് നല്ല അടിപൊളിയായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഒരു വണ്ടി നൂല് തീരണ വരെ ഞങ്ങളത് പൊക്കി നിർത്തി. അതിനുശേഷം വീണ്ടും ഒരു നൂലും കൂടി വാങ്ങി അതും ചേർത്ത് കെട്ടി. അപ്പം എനിക്ക് തോന്നുന്നു ഒരു വണ്ടി നൂല് ഒരു 250 മീറ്ററെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഉയരത്തിലേക്ക് പട്ടം പോയി. ലാസ്റ്റ് പിന്നെ ഒരു നൂലും കൂടി വാങ്ങിച്ച് കെട്ടി കഴിഞ്ഞിട്ട് അത്രയും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അത്ര ഉയരത്തിൽ പോയി. പിന്നീടാണ് അത് പൊട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞങ്ങളെല്ലാവരും കൂടി ഇടി പിടിച്ചു. അത് പിടിക്കാൻ വേണ്ടി തല്ലുണ്ടാക്കിയപ്പോഴത്തേക്കും അത് പൊട്ടിപ്പോയി. ഞങ്ങൾക്കത് അത്ര ഉയരത്തിൽ നിന്ന് തിരിച്ചിറക്കിക്കൊണ്ട് വന്നുകൊണ്ടുണ്ടായിരുന്നു. ഞങ്ങൾ പതുക്കെ ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ധൃതി കൂടിപ്പോയി. അങ്ങനെ ധൃതി പിടിച്ച് ഇങ്ങനെ വലിച്ച് വന്നപ്പോഴത്തേക്കും അത് വേറൊരു പട്ടമായിട്ട് കൂട്ടി ഉടക്കിയിട്ട് പൊട്ടിപ്പോയി. പക്ഷേ അത്രയും ഉയരത്തിൽ പോയി ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഏറ്റവും ഉയരത്തിൽ ഞങ്ങൾ പറത്തിയ പട്ടമാണ് പൊങ്ങിയത്. ഇത് നോക്ക്, നല്ല അടിപൊളിയായിട്ടില്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.